ഹായ് ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഇതിന് ഒരുപാട് ചേരുവകളൊന്നും വേണ്ട. ആകെ നമുക്കൊരു 3-4 ചേരുവകൾ മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നല്ല സോഫ്റ്റുമാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് റവ വേണം. വറുത്ത റവയോ വറുക്കാത്ത റവയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ വറുക്കാത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു 1.5 കപ്പ് റവ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഒരു 4 പേർക്ക് കഴിക്കാൻ പറ്റും. പിന്നെ നമുക്ക് വേണ്ടത് അവലാണ്. അപ്പോൾ 1 കപ്പ് അവൽ എടുത്തിട്ടുണ്ട്. ഇത് നല്ല കനം കുറഞ്ഞ അവലാണ്, നൈസായിട്ടുള്ള അവലാണ്. അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. കട്ടിയുള്ള അവലാണെങ്കിൽ നമുക്ക് 1/2 കപ്പ് മതി. അങ്ങനെ ആകുമ്പോൾ നമ്മളിത് കുതിർത്തിട്ട് വേണം ചേർക്കാനായിട്ട്. ഇതാകുമ്പോൾ കുതിർക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് നമുക്ക് ചേർത്ത് പൊടിച്ചെടുത്താൽ മതി. ഇനി അവലില്ലെങ്കിൽ നമുക്ക് ചോറ് ഉപയോഗിക്കാം. ചോറാണെങ്കിലും 1/2 കപ്പ് തന്നെ മതിയാവും, 1 കപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കനം കുറഞ്ഞ അവലായ കൊണ്ട് തന്നെ 1 കപ്പായാലും അത് നമ്മൾ പൊടിച്ചെടുക്കുമ്പോൾ 1/2 കപ്പ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ പൊടിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തേങ്ങയും കൂടി ചേർക്കാം. തേങ്ങ ഒരു 1/2 കപ്പ് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമുക്ക് 2 രീതിയിൽ ഉണ്ടാക്കാം. നല്ല കുറച്ചും കൂടി സ്വീറ്റായിട്ട് വേണമെങ്കിൽ കുറച്ച് മധുരം കൂട്ടി ചേർക്കാം, പഞ്ചസാര കൂട്ടി ചേർത്താൽ മതി. അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇതൊരു മീഡിയം മധുരത്തിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മാത്രമേ ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഉപ്പിൻ്റെ അളവ് കുറച്ച് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഈസ്റ്റാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഡ്രൈ ഈസ്റ്റാണ് എടുക്കുന്നതെങ്കിൽ നേരിട്ട് ഇതുപോലെ ചേർക്കാതെ നമ്മൾ ആദ്യം തന്നെ ഈസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ച്, കുറച്ച് ഇളം ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ച് ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്താൽ മതി. ഇനി നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇളം ചൂടായിട്ടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഒരുപാട് തിളച്ച വെള്ളമല്ല, നമുക്ക് കൈവച്ച് തൊടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം ഒഴിച്ച് ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി വെള്ളം വേണ്ടി വരും. റവയ കാരണം തന്നെ കുറച്ച് വെള്ളം കൂടുതൽ തന്നെ വേണ്ടി വരും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. നമ്മൾ എപ്പോൾ വെള്ളം ഒഴിക്കുമ്പോഴും ഇളം ചൂടായിട്ടുള്ള വെള്ളം തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. പച്ചവെള്ളം ഒരിക്കലും ഉപയോഗിക്കരുത്. നല്ല പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല കട്ടിയിലാണുള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ചും കൂടി ചൂടായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ കൂടി വെക്കും. അപ്പോൾ അത് വീണ്ടും ഒന്ന് കട്ടിയാവും. അപ്പോൾ അത് നോക്കിയിട്ട് വെള്ളം ചേർത്താൽ മതി. ഇനി നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഇത് ആക്കിയിരിക്കുന്നത്. ഈ ഒരു പരുവത്തിലാക്കിയെടുത്താൽ മതി. ഇനി നമ്മൾ അടച്ചു വെച്ച് ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് സ്റ്റൗവിൻ്റെ അടുത്തൊക്കെ നമുക്ക് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഫെർമെൻ്റായി കിട്ടും. പിന്നെ തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ കുറച്ചും കൂടി സമയം പിടിക്കുമായിരിക്കും. നമ്മളിത് 1/2 മണിക്കൂറായി ഇതുപോലെ അടച്ചു വെച്ചിട്ട്. അപ്പോൾ മാവ് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫെർമെൻ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്ന വെള്ളം ഇളം ചൂടായിട്ടുള്ള വെള്ളമായിരിക്കണം, എന്നാലേ പെട്ടെന്ന് ഇത് ഫെർമെൻ്റായി കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഇത്ര തന്നെ മതിയാവും. നമ്മളിതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അഥവാ ഒരുപാട് കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ ഒരുപാടൊന്നും വേണ്ടിയല്ല, കുറേശ്ശെ ഓയിൽ ഒഴിച്ചാൽ മതി. അതിനുശേഷം മാവ് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഒട്ടും തന്നെ ഓയിൽ വേണ്ടെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിട്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ മാത്രം ഒരു 1-2 സെക്കൻഡ് നേരത്തേക്ക് മറിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ മറിച്ചൊന്നും ഇടുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കാൻ പോവാണ്. നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ചാൽ മതി, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇത്രയുള്ള നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ മധുരത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. നിങ്ങൾക്ക് നല്ല മധുരം വേണമെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്താൽ നല്ല സ്വീറ്റ് ആയിരിക്കും. അതല്ല മധുരം ഒട്ടും വേണ്ടെങ്കിൽ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏതെങ്കിലും ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റും. പഞ്ചസാര ചേർത്തിട്ടാണ് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും